സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി തുടരുകയാണ്. പലയിടത്തും ഹോട്ടലുകൾ അടച്ചു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആശങ്ക വേണ്ട എന്നാണ് പക്ഷേ കേന്ദ്ര നിലപാട്. സംസ്ഥാനങ്ങളിലെ LPG വിതരണം നിരീക്ഷിക്കാൻ ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, വലിയ ആശങ്ക ഈ പാചകവാതകത്തെ സംബന്ധിച്ച്, വാണിജ്യ സിലിണ്ടറുകളെ സംബന്ധിച്ച്, ഒപ്പം തന്നെ ഗാർഹിക സിലിണ്ടറുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. പലർക്കും ബുക്ക് ചെയ്താൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഗാർഹിക സിലിണ്ടറുകളെ സംബന്ധിച്ചുള്ളത്. അതേസമയം വാണിജ്യ സിലിണ്ടറുകളാണെങ്കിൽ കിട്ടാനേ ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഹോട്ടലുകൾ തന്നെ പൂട്ടേണ്ട സാഹചര്യമാണല്ലോ സംസ്ഥാനത്ത്. തീർച്ചയായും അഖില, ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോട്ടലിന് മുന്നിലാണ്. കാരണം ഈ ഹോട്ടലുകളാണ് ഏറ്റവും പ്രധാനമായും ഹോട്ടലുകളും ഒപ്പം തന്നെ ഈ ക്യാൻറ്റീനുകൾ, ഒപ്പം തന്നെ ഈ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതലായി ഈ ഒരു പാചകവാതക സിലിണ്ടറിൻ്റെ ഒരു പ്രതിസന്ധി രൂക്ഷമായി ബാധിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് കുമാർ കഫേ എന്ന് പറയുന്ന തിരുവനന്തപുരത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഹോട്ടലാണ്. ഏറെ പാരമ്പര്യമുള്ള ഒരു ഹോട്ടൽ കൂടിയാണ്. അവരും ആ ഒരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി തന്നെ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവർ പോവുകയാണ്. കാരണം ഇന്നിപ്പോൾ തന്നെ സിലിണ്ടറുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇന്നത്തെ ഒരു അടുത്ത ദിവസത്തേക്ക് പോകുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുമെന്ന് കൂടി അവർ പറയുന്നുണ്ട്. എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്ന ഇവിടുത്തെ ക്യാഷ്യർ കൂടിയിട്ടുള്ള സുദേവനാണ്. എത്രത്തോളം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്യാസിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ട്? വളരെ കൂടുതൽ സിലിണ്ടറുകൾ ആവശ്യമുള്ള ഒരു മേഖല കൂടിയാണല്ലോ. ഇന്നലെ വരെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയായിരുന്നു. ഇന്ന് നമ്മളത് വിറകടുപ്പിലോട്ട് മാറിയിട്ടുണ്ട്. കാരണം നേരത്തെ നമുക്ക് കാറ്ററിംഗ് സർവീസ് ഉള്ളതുകൊണ്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ഇപ്പോൾ വിറകടുപ്പിലോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തുറന്നിരിക്കുന്നത്. പെട്ടെന്ന് ഇത്രയും വിറക് സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് ആണ്. എന്നാലും സംഘടിപ്പിച്ചിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമുക്ക് രാവിലെ തന്നെ എല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ട്. വരുന്നവർക്കെല്ലാം പ്രഭാത ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇതുതന്നെയാണ് മുമ്പ് മുതൽ തന്നെ അവർ വിറകടുപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം അവർ കരുതി പോകുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ സാധനങ്ങളുടെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നമുക്ക് ഇവിടുത്തെ ചീഫ് കുക്ക് അനിൽകുമാർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ ആ പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ കഴിയും. എത്രത്തോളം ഗ്യാസ് സിലിണ്ടറുകളാണ് നമുക്ക് ഒരു ദിവസം വേണ്ടി വരിക? ഒപ്പം തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധി എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? നമ്മളെ ഇപ്പോൾ വലുതായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മളത് തരണം ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് സ്റ്റോക്കുള്ളത് ഇപ്പോൾ അവർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10-20 കുറ്റി നമുക്ക് ഡെയിലി ആവശ്യമുള്ളതാണ്. ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അത് അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും മാർഗം നമ്മൾ നോക്കുന്നുണ്ട്. കൂടുതൽ വിഭവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹോട്ടലിന് തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വിഭവങ്ങളുടെ ഒരു പ്രത്യേകതയും സ്വാദുമൊക്കെയാണ്. അപ്പം ആ വിഭവങ്ങൾ കുറയ്ക്കുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്? അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമുക്കിപ്പം 4 ഒഴിക്കാൻ കൊടുക്കുന്നതും പിന്നെ 4 കറികൾ കൊടുക്കുന്നതും അതിനെക്കുറിച്ച് കുറച്ച് ഉപഭോക്താക്കൾക്ക് അത് നല്ല രീതിയിൽ ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ഇത് നമ്മൾ നോക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവിടെ എല്ലാ ഹോട്ടലുകളും സംസ്ഥാനത്ത് തന്നെ എന്നല്ല രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഹോട്ടലുകൾ, ക്യാൻറ്റീനുകളൊക്കെയാണ് ഏറ്റവും പ്രധാനമായും ഈ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. വീടുകളിലേക്ക് അത് ചില സ്ഥലങ്ങളിലൊക്കെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ഒരു സിലിണ്ടറൊക്കെയുള്ള വീടുകളിലൊക്കെയാണ് ഇത് കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട ഇത്തരം കേന്ദ്രങ്ങൾ, റെസ്റ്റോറൻറ്റുകളിലൊക്കെയാണ് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിഭവങ്ങൾ കുറച്ച് ഉള്ളതുകൊണ്ട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് അവർ നീങ്ങുകയാണ് എന്നുകൂടി അവർ പറയുന്നു. മറ്റ് പലയിടങ്ങളിലും ഹോട്ടലുകൾ പൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നത് തന്നെയാണ്. പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കത്തയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേന്ദ്രത്തിന്. എന്നാൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ചീഫ് സെക്രട്ടറിമാർക്ക് നൽകിയിട്ടുണ്ട്. ഇവ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്, തുടരുകയുമാണ്. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ പ്രതിസന്ധി വളരെ വേഗം അവസാനിക്കണം, അല്ലെങ്കിൽ അത് അടുപ്പ് പുകയുന്നതിലേക്ക് വലിയ തോതിൽ ബാധിക്കും. കാരണം ഇപ്പോൾ നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ വിറകടുപ്പൊക്കെ വളരെ കുറവാണ്. എല്ലാവരും ഗ്യാസിലൊക്കെയാണ് അവരുടെ ജോലിയെല്ലാം നടത്തുന്നത്. അതിനു വേണ്ടിയുള്ള ഗ്യാസ് മുൻകരുതലായി സൂക്ഷിക്കുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്തവർ വലിയ പ്രതിസന്ധിയിലായിട്ടുമുണ്ട്.